എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇറ്റാലിയൻ ഭാഷാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇറ്റലിയിൽ സാധ്യമായിരിക്കുന്ന റിയൽ ലൈഫ് കോൺവെർസേഷനുകൾ എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഇത് ഇറ്റാലിയൻ ബിഗിനേഴ്സ് ആയിട്ടുള്ള A1 A2 ലെവലുകളിലേക്ക് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഇത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്, ഇറ്റലിയിൽ നിങ്ങൾ എത്തിയതിനു ശേഷം ഒരു കെയർ ടേക്കർ അഥവാ ബദാന്ത ജോലിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഒരു ലോക്കൽ ആളെ അപ്രോച്ച് ചെയ്യുമ്പോൾ കോൺവെർസേഷൻ എങ്ങനെ തുടങ്ങാം എന്നതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. ഇനി ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സാഹചര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇറ്റലിയിലെ സ്ട്രീറ്റിലൂടെ നടക്കുന്നു, അവിടെ വെച്ചൊരു ഇറ്റാലിയനെ കാണുന്നു, നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒട്ടും ഭയം കൂടാതെ തന്നെ സംസാരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോ നൽകുക, നിങ്ങളുടെ പേര് പറയുന്നു, വർക്ക് എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, കെയർ ടേക്കർ ജോലി ചോദിക്കുന്നു. ഇറ്റലിയിലെ ഒരു ജോബ് അന്വേഷിക്കുമ്പോൾ പൊളൈറ്റ് ആവണം. ഒരു ചെറിയൊരു ചിരി മുഖത്ത് വേണം. ഷോർട്ട് സിമ്പിൾ സെൻറ്റൻസുകൾ മാത്രം ഉപയോഗിക്കുക. അപ്പം നമുക്ക് കോൺവെർസേഷനിലേക്ക് പോകാം. Scusi, buongiorno, posso parlare un momento? Excuse me, good morning. എനിക്ക് നിങ്ങളോട് ഒരു നിമിഷം സംസാരിക്കാമോ? ഒന്നുകൂടി ഈ ഒരു സെന്റൻസ് നമുക്ക് പറഞ്ഞു നോക്കാം. Scusi, buongiorno, posso parlare un momento? ഇതിന് റിപ്ലൈ നോക്കാം. Buongiorno, certo, dimmi pure. ഗുഡ് മോർണിംഗ്, ശരി നിങ്ങൾ പറയൂ. നമുക്കൊന്നും കൂടി ഈ ഒരു സെന്റൻസ് പറഞ്ഞു നോക്കാം. Buongiorno, certo, dimmi pure. Mi chiamo Rahul, sto cercando lavoro come badante o assistenza anziani. എൻ്റെ പേര് രാഹുൽ, ഞാൻ കെയർ ടേക്കർ അഥവാ എൽഡർലി കെയർ ജോലി അന്വേഷിക്കുന്നു. ഇനി ഈ ഒരു സെന്റൻസ് വീണ്ടും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. Mi chiamo Rahul. ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നെ ഈ ഒരു സെന്റൻസ് പറയാം. ഇനി sto cercando lavoro come badante o assistenza anziani. Capisco. Da quanto tempo cerchi lavoro? മനസ്സിലായി. എത്ര നാളായി നിങ്ങൾ ജോലി അന്വേഷിക്കുന്നു? ഈ ഒരു സെന്റൻസ് നമുക്കൊന്ന് വീണ്ടും പറഞ്ഞു നോക്കാം. Capisco. Da quando tempo cerchi lavoro? Da qualche settimana ho deciso di venire qui in Italia per lavorare. ഏതാനും ചില ആഴ്ചകളായി ഇറ്റലിയിൽ ജോലി ചെയ്യാനായി ഞാൻ വന്നിരിക്കുന്നു. ഇനി സെന്റൻസ് വീണ്ടും പറഞ്ഞു നോക്കാം. Da qualche settimana ho deciso di venire qui in Italia per lavorare. Hai esperienza come badante? നിങ്ങൾക്ക് കെയർ ടേക്കർ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? വീണ്ടും പറഞ്ഞു നോക്കാം. Hai esperienza come badante? Sì, ho esperienza per anziani. Ho lavorato per un anno in India. അതെ, എനിക്ക് എൽഡർലി കെയർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിൽ ഞാൻ 1 വർഷം ജോലി ചെയ്തു. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. Sì, ho esperienza con anziani. Ho lavorato per un anno in India. Molto bene. Che tipo di lavoro facevi? വളരെ നല്ലത്. ഏത് തരം ജോലിയാണ് നിങ്ങൾ ചെയ്തിരുന്നത്? വീണ്ടും നമുക്ക് പറഞ്ഞു നോക്കാം. Molto bene. Che tipo di lavoro facevi? Aiutavo gli anziani a lavarsi, cucinare e fare la spesa. പ്രായമായവരെ കുളിപ്പിക്കുന്നതിന്, ഭക്ഷണം തയ്യാറാക്കാൻ, സാധനങ്ങൾ വാങ്ങാനും ഞാൻ സഹായിച്ചിരുന്നു. ഇനി ഇതൊന്നും കൂടെ പറഞ്ഞു നോക്കാം. Aiutavo gli anziani a lavarsi, cucinare e fare la spesa. Conosce qualcuno che cerca un badante? ഒരു കെയർ ടേക്കറെ അന്വേഷിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയുമോ? ഇനി ഇതൊന്നും കൂടി പറഞ്ഞു നോക്കോ. Conosce qualcuno che cerca una badante? Forse dipende. Dove abiti? ഒരു പക്ഷേ നിങ്ങൾ എവിടെ താമസിക്കുന്നു അതിനെ ആശ്രയിച്ചിരിക്കും. ഇനി ഈ ഒരു സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. Forse dipende. Dove abiti? Abito qui vicino.
പോസോ വെനീരെ സുബിത്തോ സെസേർവേ. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഉടൻ വരാം. അപ്പം നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ആബിത്തോ ക്വി വിച്ചിനോ പോസോ വെനീരെ സുബിത്തോ സെസേർവേ. ഐ ഡോക്യുമെന്റി പെർ ലവോറാറെ ഇൻ ഇറ്റാലിയ. ഇറ്റലിയിൽ ജോലി ചെയ്യാൻ ഡോക്യുമെന്റുകളുണ്ടോ? വീണ്ടും പറഞ്ഞു നോക്കാം. ഐ ഡോക്യുമെന്റി പെർ ലവോറാറെ ഇൻ ഇറ്റാലിയ. sto aspettando i documenti. Posso lavorare appena li avrò. ഞാൻ ഡോക്യുമെന്റുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. അവ ലഭിച്ചാൽ ഉടൻ ജോലി തുടങ്ങാം. നമുക്കിതൊന്നുകൂടി പറഞ്ഞു നോക്കാം. sto aspettando i documenti. Posso lavorare appena li avrò. Capisco, è importante avere i documenti. എനിക്ക് മനസ്സിലായി, ഡോക്യുമെന്റുകൾ ഉണ്ടാവണം, അത് പ്രധാനമാണ്. വീണ്ടും പറഞ്ഞു നോക്കാം. Capisco, è importante avere i documenti. Sono una persona seria e affidabile. Mi piace aiutare gli anziani e lavoro con pazienza. ഞാനൊരു വിശ്വാസയോഗ്യനും ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്. പ്രായമായവരെ നോക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വളരെ പേഷ്യൻസിൽ ജോലി ചെയ്യുന്നു. ഇതൊന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കാം. Sono una persona seria e affidabile. Mi piace aiutare gli anziani e lavoro con pazienza. Bene, sembra che tu sia qualificato. നല്ലത്, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. Bene, sembra che tu sia qualificato. Se conosce qualcuno che cerca un badante, potrei lasciare il mio numero. ആരെങ്കിലും ഒരു കെയർടേക്കറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുമോ? Se conosce qualcuno che cerca una badante, potrei lasciare il mio numero. Sì, certo, mi dia il numero. അതെ, തീർച്ചയായും, നിങ്ങളുടെ നമ്പർ തരൂ. വീണ്ടും പറഞ്ഞു നോക്കാം. Sì, certo, mi dia il numero. Grazie mille, preso molto il suo aiuto. വളരെ നന്ദി, നിങ്ങളുടെ സഹായത്തിന് ഞാൻ ശരിക്കും നന്ദിയുള്ളവനാണ്. Grazie mille, appreso molto il suo aiuto. Di nulla, buona fortuna con il lavoro. You are welcome. നിങ്ങളുടെ ജോലിക്ക് ആശംസകൾ. Di nulla, buona fortuna con il lavoro. Grazie, buona giornata. നന്ദി, നല്ലൊരു ദിവസം നേരുന്നു. Grazie, buona giornata. ഈ ഒരു ക്ലാസ് നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചെടുത്താൽ ഒരു ഇറ്റാലിയൻ എംപ്ലോയറിൻ്റെ അടുത്ത് പൊളൈറ്റായിട്ട് കോൺഫിഡൻസോടെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരോടും ഗ്രാസിയെ, അരിവതേർച്ചി.